ഹായ് ഓൾ, വെൽക്കം ടു ഫൂട്ടി അരീന. സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് അടുത്ത മാസം 40 വയസ്സ് പൂർത്തിയാവുകയാണ്. ഒരുപാട് വലിയ ഒരു കരിയറൊന്നും ഇനി അദ്ദേഹത്തിന് അവശേഷിക്കുന്നില്ല. പക്ഷേ ഇപ്പോഴും കളിക്കളത്തിൽ തുടരാൻ അതിയായി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. അത് വളരെ വ്യക്തമാണ്. അദ്ദേഹത്തിൻ്റെ അൽ നസ്റുമായുള്ള കോൺട്രാക്റ്റ് ഈ സീസൺ അവസാനിക്കുന്നതോടുകൂടി പൂർത്തിയാകും. ഈ കോൺട്രാക്റ്റ് പുതുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ വ്യക്തതകളും വന്നിട്ടില്ല. ക്രിസ്ത്യാനോയുടെ ഭാവി ഇപ്പോഴും ഒരു അനിശ്ചിതത്വത്തിൽ തുടരുകയാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. തൻ്റെ ഭാവിയെക്കുറിച്ച് 3 ഓപ്ഷനുകളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ പ്രധാനമായും പരിഗണിക്കുന്നത്. ആ 3 ഓപ്ഷനുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ അൽ നസ്റുമായുള്ള കോൺട്രാക്റ്റ് പുതുക്കുക, എന്നിട്ട് ടീമിൻ്റെ കരുത്ത് വർദ്ധിപ്പിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുക, കൂടാതെ AFC ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടാൻ വേണ്ടി ടീമിനോടൊപ്പം കോമ്പറ്റ് ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ ലക്ഷ്യം. അതായത് അൽ നസ്റിനോടൊപ്പം കുറച്ചു കാലം കൂടി തുടർന്ന് സാധ്യമായ എല്ലാ നേട്ടങ്ങളും സ്വന്തമാക്കുക എന്നതാണ് ലക്ഷ്യം. അതുപോലെ തന്നെ രണ്ടാമത്തെ ഓപ്ഷൻ വരുന്നത് പോർച്ചുഗലിലേക്ക് മടങ്ങിയെത്തുക എന്നുള്ളതാണ്. തൻ്റെ പഴയ ക്ലബ്ബായ സ്പോർട്ടിംഗ് CPയിലേക്ക് മടങ്ങിയെത്താൻ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ആഗ്രഹമുണ്ട്. അവിടെ വെച്ചുകൊണ്ട് വിരമിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നമാണ്. അതാണ് രണ്ടാമത്തെ ഓപ്ഷൻ ആയിക്കൊണ്ട് വരുന്നത്. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ വരുന്നത് 2026 വേൾഡ് കപ്പിന് ശേഷം ഫുട്ബോളിൽ നിന്ന് തന്നെ വിരമിക്കുക എന്ന ഓപ്ഷനാണ്. അതായത് അടുത്ത വർഷത്തെ വേൾഡ് കപ്പിന് ശേഷം പോർച്ചുഗൽ ദേശീയ ടീമിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ടാവില്ല എന്നത് ഉറപ്പാണ്. കാരണം അതിനേക്കാൾ മുകളിലേക്ക് അദ്ദേഹത്തിന് ഒരു ഭാവി അവിടെയില്ല. പക്ഷേ ആ വേൾഡ് കപ്പിന് ശേഷം ക്ലബ്ബ് ഫുട്ബോളിൽ നിന്ന് തന്നെ വിരമിക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോ ആലോചിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും റൊണാൾഡോ തൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ഒരു ഫൈനൽ ഡിസിഷൻ എടുത്തിട്ടില്ല. അദ്ദേഹം ഇനി അടുത്ത സീസണിൽ ഏത് ക്ലബിന് വേണ്ടി കളിക്കും എന്നുള്ളതൊക്കെ ആരാധകർക്ക് അറിയേണ്ട കാര്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.